മലയാള സിനിമയിലേക്ക് അർച്ചന കവിയുടെ കൺബാക്ക് ആണല്ലോ. നല്ല പടമായിരുന്നു. സ്റ്റോറിയൊക്കെ ആവറേജാ, പക്ഷേ ജെയ്ക്സ് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപ്പനായിരുന്നു. ത്രില്ലിംഗ് ആയിരുന്നു. നല്ല മേക്കിംഗ് ആയിരുന്നു. ആവറേജ്. ടോവിനോ, അജു വർഗീസ്, പിന്നെ അതുപോലെ തന്നെ ഷമ്മി തിലകന്, മക്കളൊക്കെ സൂപ്പർ അഭിനയം. വില്ലൻ അടിപൊളിയാണ്, പക്ഷെ ആവറേജാ. നല്ല ത്രില്ലിംഗ് ആയിരുന്നു. നന്നായിട്ട്. ഫസ്റ്റ് ഹാഫ് നല്ല ബിൽഡപ്പ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് മൊത്തത്തിൽ എക്സ്പെക്റ്റേഷൻ കീപ്പപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടിപൊളി ഫൈറ്റ് അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ എല്ലാ രീതിയിലും നന്നായിട്ടുണ്ടായിരുന്നു. തൃശ്ശയ്ക്ക് കൂടുതലും കൂടി കുറച്ചും കൂടി എന്താ പറയുക, കുറച്ചും കൂടി ഒരു എന്താ ഭയങ്കര ആക്ഷൻ സീക്വൻസ് ടൈപ്പ് അല്ല, പക്ഷേ ഒരു കുറച്ചും കൂടി മെൻ്റൽ ഇഷ്യൂസൊക്കെ ഫൈറ്റ് ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. പക്ഷെ ടോവിനോയുടെ ടോട്ടൽ ആക്ഷനാണ്. ചേസിങ് നൈസ്. കാറിൻ്റെ ഒരു ചേസൊക്കെ നല്ലതാണ്. അടിപൊളി. ഫ്ലൈറ്റാണ് മെയിൻ. അതെ നന്നായിട്ടുണ്ട്. അതെ നന്നായിട്ട് നല്ല മേക്കിംഗ് ആണ്. നല്ല റിട്ടേൺ ആയിരുന്നു. നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല മൂവിയാണ്. എല്ലാ ആർട്ടിസ്റ്റും നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്. അതെ എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. ആർട്ടിസ്റ്റ് എല്ലാം നല്ല പെർഫോമൻസ് ആയിരുന്നു. ടോയ്ച്ചർ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. பாத்தீங்களா படம்? எப்படி இருக்கு? சூப்பரா இருக்கு. ஆனா ஆடியன்ஸ் படம் பாத்துருக்கு எப்படி இருக்கு? ஆடியன்ஸுக்கு பிடிக்கும் கண்டிப்பாக. நமக்கு ஸ்டோரி கேட்கும் போதே எனக்கு தெரியும். ஸோ த ஹோல் பாயிண்ட் இஸ் டொவி ஒரு நல்ல நடிகர், சூப்பரான நடிகர். இப்போ நீங்கள் ஏஆர்எம், இப்போ ஐடென்டிட்டி, அவரோட லெவல் உங்களுக்கு தெரியும். அவருக்காக ஒரு ஆப்போசிட்டாக நான் வந்திருக்கேன். ஸோ ஐ திங்க் அகில் பால் அண்ட் அனாஸ் ஹவ் டன் அ வெரி குட் ஸ்டோரி. நான் நினச்ச மாதிரி, நான் கேட்ட மாதிரி ஸ்டோரி அவர் காட்டிருக்காங்க. பப்ளிக் ப்ளீஸ் பாருங்கள். பிகினிங் ஆஃப் 2025 ஐ என்ஜாய்ட் த மூவி. நான் வேண்டிக்கிறேன். ஐ ஹோப் யூ ஆல் கம் அண்ட் see the movie and you all enjoy the movie too. Happy New Year to all of you. Thank you. നിങ്ങൾ പറയൂ. എന്തോ നല്ല എക്സ്പീരിയൻസ്. നല്ല പടമാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി ഐഡന്റിറ്റി കാണാം. താങ്ക് യു. സ്റ്റാർട്ട് ഉഗ്രൻ, ട്വിസ്റ്റ് കുറേ ഉണ്ട്. ത്രില്ലറാണ്, ഇന്റലിജന്റ് മൂവിയാണ്. ത്രില്ലർ മൂവി. എന്തോ അവസാനം ഒക്കെ നല്ല അടിപൊളിയായിരുന്നു. മറ്റേ ഫൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാർ വെച്ചിട്ടുള്ള റേസിംഗും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു. എങ്ങനെ പ്ലെയിന് അതുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നല്ലോ. നല്ല അത് വേറൊരു സിനിമയിൽ അങ്ങനെ സീനുണ്ടായിരുന്നു. നമ്മളെ പണ്ടത്തെ കോളിളക്കം കൊടുക്കും. അപ്പോൾ ഇത് വേറെ രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ത്രില്ലിങ്ങാ. ടൊവിനോന്റെ ഒരു കംബാക്ക് തന്നെയായിരിക്കും. കാരണം തല്ലുമാല എന്ന സിനിമയ്ക്ക് ശേഷം ഒരു ഇൻഡസ്ട്രിയിൽ ഹിറ്റാകേണ്ട സിനിമ തന്നെയാണ് ഐഡന്റിറ്റി. കാരണം 2025 ഫസ്റ്റ് ഹിറ്റായിരിക്കും. കാരണം പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതിൽ ഒരുപാട് പേരെ ചൂഷണം ചെയ്യുന്ന സംഭവങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. അതൊക്കെ വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുന്ന സിനിമയാണ്. അപ്പോൾ കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ സിനിമ എന്തായാലും ആൾക്കാരിലേക്ക് എത്തും. നല്ലൊരു സിനിമയാണ്. ഡയറക്ഷൻ പക്ഷിയാണ്. ക്യാമറ വർക്ക് എല്ലാം പിന്നെ ഇതിൽ സിനിമയുടെ പുതുമയെന്ന് പറയുന്നത് നീലത്താമര, ബെസ്റ്റ് ഓഫ് ലക്ക്, പിന്നെ റാണി രാജ എന്ന സീരിയലിന് ശേഷം നമ്മുടെ അർച്ചന കവിയുടെ ഗംഭീര പെർഫോമൻസ് ഉള്ള ഫ്രണ്ടാ റാണി രാജ സീരിയലിൽ എപ്പിസോഡ് 8 കാരണം എന്നെ ആദ്യം ആക്ടിങ് പഠിപ്പിച്ച അർച്ചന കവിയാണ്. രണ്ടുപേരും പാടി മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ. എന്നാലും ഗംഭീരം. അനുരാഗവിലോചനായി അതിലേറെ മോചിതനായി പടിമേലെ നിൽക്കും ചന്ദനോ ഇളക്കും മലയാള സിനിമയിലേക്ക് അർച്ചന കവിയുടെ കൺബാക്ക് ആണല്ലോ. നീലത്താമരയ്ക്ക് ശേഷം, ബെസ്റ്റ് ഓഫ് ലക്കിന് ശേഷം, നാടോടി മന്നന് ശേഷം, ദിലീപിന്റെ നായികയായ ശേഷം ഇപ്പൊ ടൊവിനോന്റെ കൂടെ വരെ അഭിനയിക്കുന്ന താരം തന്നെ അർച്ചന കവി. അടിപൊളിയാണ്. ആറാടുന്ന നടി തന്നെയോ.
മലയാള സിനിമയിലെ യൂട്യൂബ് റൂട്ടസ് കണ്ടപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ടൊവിനോ നമ്മൾ വിചാരിച്ച ആളല്ല. മച്ചാന്മാരെ മെക്സിക്കൻ അപാരത തല്ലുമാല അങ്ങനെ പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറിയ നടൻ 3 കോടി മുതൽ 5 കോടി വരെ പ്രതിഫലം വഹിക്കുന്ന നടനുണ്ടെങ്കിൽ അത് ടൊവിനോ ആയിരിക്കും. മലയാള സിനിമ പേടിക്കേണ്ട നടൻ തന്നെ ടൊവിനോ. പടം കണ്ട് പേടിച്ചോ? ഫൈറ്റ് കണ്ടിട്ട് പേടിച്ചു. ഫൈറ്റ് കണ്ടിട്ട് പിന്നെ എൻ്റെ ഫ്രണ്ട് അഭിനയിച്ചായിരുന്നു അർച്ചന കവി. അണ്ണന്റെ ഫ്രണ്ടാണ്. അണ്ണന്റെ ഫ്രണ്ടാണ്. തിരിച്ചു വരും അല്ലേ? ഇവിടെ പറ അണ്ണ ആത്മാർത്ഥ പടം എങ്ങനെയാ ഇഷ്ടപ്പെട്ടു? അണ്ണൻ പറഞ്ഞ മൈക്കിലേക്ക് നല്ലൊരു എൻ്റർടൈനറാണ്. ട്വിസ്റ്റ് കുറേ ഉണ്ട്. ത്രില്ലറാണ്. ഇന്റലിജന്റ് മൂവിയാണ്. ദൃശ്യം കണ്ടോ? ദൃശ്യം ചെയ്തിട്ടുണ്ട്. അർച്ചന കവിയുടെ ശക്തമായ തിരിച്ചുവരവാണ്. ടോവിനോ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ടോവിനൊക്കെ അഭിനയിക്കാറില്ലെന്ന് പറയാനല്ലോ. സ്റ്റാർഡമാണ്. അഭിനയത്തെക്കാളും സ്റ്റാർഡമാണ്. രാജാവിന്റെ മറുപടി ലാലേട്ടൻ വന്നു. അതേപോലെ ടോവിനോ വരാൻ സാധ്യതയുണ്ട്.